സദ്യ ഉണ്ടാക്കിയാലോ? അവിയൽ ഇപ്പം ഓണമൊക്കെ കഴിഞ്ഞു, പക്ഷെ നമ്മൾ സദ്യ ഉണ്ടാക്കുകയാണ്. ഇപ്പം ഇത് സദ്യയിലേക്കുള്ള ഒരുക്കങ്ങളാണ്. ഇത് ആദ്യം അരപ്പുണ്ടാക്കി വെച്ചു. പച്ചക്കറികളൊക്കെ ഓരോന്നായിട്ട് സാമ്പാറിനുള്ള പരിപ്പ് ആദ്യം വേവുള്ള കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കും കേട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അത് കുക്കറിലിട്ട് ഒരു വിസിൽ വന്നാൽ മതി. പിന്നെ സാമ്പാർ പൊടി ഉണ്ടായാൽ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ജീരകം, കായം എല്ലാം കൂട്ടിയിട്ട് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കും, ഉലുവ എല്ലാം കൂട്ടിയിട്ട്. എന്നിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുക. രണ്ട് രീതിയിലുണ്ടാക്കും. തേങ്ങ അരച്ച് വറുത്തരച്ചിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇത് മറ്റുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇത് ഞാൻ ചക്കര മത്തൻ ഉണ്ടാക്കി, പിന്നെ മാങ്ങച്ചാറ്, പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ പച്ചടി ഉണ്ടാക്കി, പിന്നെ കാബേജ് തോരൻ, അവിയൽ, പിന്നെ ഇത് പപ്പായ പച്ചടി ഉണ്ടാക്കാൻ നോക്കി മുറിച്ച് നോക്കിയപ്പം പപ്പായ പഴുത്തിരിക്കുന്നു, അപ്പോൾ അത് ഒഴിവാക്കി. അങ്ങനെ ഇത് അവിയലിനുള്ള കഷ്ണങ്ങൾ ആദ്യം വെച്ചു. അവിയൽ കഷ്ണങ്ങൾ വെന്ത് പാകമായപ്പം അതിലേക്കുള്ള അരപ്പ് ആണിത്. തേങ്ങ അരച്ച് തൈര്, ആവശ്യത്തിന് തൈര് ഒഴിച്ചിട്ട് അതിലേക്കുള്ള അരപ്പ് മിക്സ് ചെയ്ത് ഒഴിച്ചു. അങ്ങനെ ഇത് നമ്മുടെ അവിയൽ ഇവിടെ റെഡിയാക്കി. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇത് നമ്മുടെ ചക്കര മത്തൻ, അപ്പോൾ ആദ്യം മമ്പയർ വേവിച്ചു, പിന്നെ മത്തൻ ഇട്ട് കൊടുത്തു, മത്തൻ കഷ്ണങ്ങളിട്ട് ഒരു അടി അടിച്ചു. പിന്നെ അതിലേക്കുള്ള അരപ്പ് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ശർക്കര പൊടി ഇട്ട് കൊടുത്തു. അങ്ങനെ ഇത് നമ്മുടെ ചക്കര മത്തനും ഇവിടെ റെഡിയായി. പിന്നെ ഉള്ളത് നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ പച്ചടിയാണ്. ബീറ്റ്റൂട്ട് ഇത് വേവിച്ചു, അത് വേവിച്ചു. പിന്നെ അതിലേക്കുള്ള അരപ്പ് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഇത് നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ പച്ചടിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മാങ്ങച്ചാറാണ്. മാങ്ങച്ചാർ അതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി, ഉപ്പും ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം കുഴച്ച് അത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിന് ശേഷം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട്, അപ്പോൾ ഇവിടെ എല്ലാം റെഡിയായിട്ടുണ്ട്. സാമ്പാർ, അവിയൽ, ഇത് മാങ്ങാച്ചാർ, ബീറ്റ്റൂട്ടിൻ്റെ പച്ചടി ഉണ്ട്, പിന്നെ ക്യാബേജ് തോരൻ, പിന്നെ ഇത് ചക്കര മത്തൻ. അപ്പോൾ അതേ ഞങ്ങൾക്ക് ഇല കിട്ടിയില്ല, അപ്പോൾ പ്ലേറ്റിൽ നമ്മൾക്ക് സദ്യ കഴിക്കാം.